أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم إذا أتى أحدكم خادمه بطعامه فإن لم يجلسه معه فليناوله أكلة أو أكلتين أو لقمة أو لقمتين فإنه ولي حره وعلاجه. صلى الله عليه وسلم പറയാം, إذا أتى أحدكم خادمه بطعامه, നിങ്ങളുടെ പരിചാരകൻ, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നവർ നിങ്ങളുടെ അടുക്കിലേക്ക് ആ ഭക്ഷണ തളികയുമായി വരുമ്പോൾ, ഫഇല്ലം യുജ്ലിസ്ഹു മഅഹു, അവനെ നിങ്ങളുടെ കൂടെ ഇരുത്തുന്നില്ല എങ്കിൽ, ഫൽയുനാവിൽഹു അക്ലതൻ ഔ അക്ലതൈൻ ഔ ലുഖ്മതൻ ഔ ലുഖ്മതൈൻ, ഒന്നോ രണ്ടോ ഉരുള കയ്യിലെടുത്ത് അവന്റെ വായിൽ വെച്ചു കൊടുക്കണം. ഫഇന്നഹു വലിയ ഹർറഹു വഇലാജഹു, കാരണം അദ്ദേഹമാണ് അഅദ്ദഹു വജഹസഹു വതഹമ്മല മശഖത ഹരിഹി വദുഖാനിഹി ഇൻദ തബഖ് വശമ്മ റായിഹതഹു വതഅല്ലഖത ബിഹി നഫ്സ, എല്ലാ റിസ്കും ഏറ്റെടുത്തത് അയാളാണ്. നമ്മളിങ്ങനെ തീന്മേശയിലെത്തിയപ്പോൾ അതിൻ്റെ ആസ്വാദനം നമ്മൾ വളരെ ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞ് കഴിച്ചു എന്നല്ലാതെ അതിൻ്റെ റിസ്ക് എടുത്തത് ആരാണ്? അതൊക്കെ ഉണ്ടാക്കുന്ന പാചകക്കാരനാണ്, അല്ലേ? അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഭക്ഷണവുമായി വരുന്ന അവസരത്തിൽ ഇരിക്കും, നമുക്കൊന്നിച്ച് കഴിക്കാം എന്ന് പറയണം. ആര് പാചകം ചെയ്താലും, അപ്പൊ നമ്മളെ വീട്ടിലായാലും ബിൽ ഔല എന്തായാലും ഭാര്യയോട് പറയണം, ഇരിക്കും നമുക്കൊന്നിച്ച് കഴിക്കാം. അല്ലെങ്കിൽ അവള് പറയാണ്, എനിക്ക് ഇപ്പൊ കഴിയൂല, നീ കുളിക്കാൻ അലക്കാൻ, എന്നാ ഞാൻ ആ സമയത്ത് കഴിക്കാം, മാറ്റി വെക്കണം എന്നാ മനസ്സിലാവുന്നത്, അല്ലേ? അവരോട് കൂടെ ഇരുന്നു കൊണ്ട് കഴിക്കണം. അത് വലിയ ഒരു സന്തോഷമാണ്. അത് അവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരം കൂടെയാണ്. നീ ഉണ്ടാക്കി കൊണ്ടുവരുന്നതിന് ഒരാൾക്ക് കൊടുക്കുന്ന ശുക്ർ കൂടെയാണ്. അപ്പൊ ഇരിക്കുന്നില്ല, നീ പറയാണ് എനിക്ക് തിരക്കൊക്കെ ഉണ്ട്, നിങ്ങൾ കഴിച്ചു പോയിക്കോ, നിങ്ങൾക്കും തിരക്കില്ലേ എന്ന് പറയുകയാണെങ്കിൽ എന്നാ ഇവിടെ ഒരല്പം നീ കഴിക്കണം, ഉണ്ടാക്കിയതില്ല, അങ്ങനെ കൊടുക്കണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമുക്ക് നമ്മളെ ഭാര്യ ഉണ്ടാക്കി തന്നാലും അല്ല പുറമെ മറ്റൊരാളാണ് ഉണ്ടാക്കി തന്നതെങ്കിലും ഒക്കെ ചെയ്യേണ്ടതാണ്. ചിലര് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ആൾ വിളിക്കും, അദ്ദേഹത്തോട് കഴിച്ചോ എന്ന് പോലും ചോദിക്കണം, നിങ്ങൾ കഴിച്ചില്ലേ? ചിലര് നല്ല സൂക്ഷ്മത പുലർത്തുന്ന ആളുകളുണ്ട്. എന്നോട് തന്നെ ഒരു കുക്ക് ചെയ്യുന്ന ഒരാൾ പറഞ്ഞിട്ട്, ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം അതിൽ നിന്നൊന്നും ഞാൻ കഴിക്കാറില്ല, അവര് പറയാതെ ഞാൻ കഴിക്കാറില്ല, ഞാൻ ഫുഡ് കൊണ്ടുപോകല്ല. അങ്ങനെ സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ പറയണം, നീ കഴിക്കണം കേട്ടോ, മറക്കരുതേ എന്ന് പറയണം. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയണം. അറബികളൊക്കെ അങ്ങനെയാണ്, ചില അറബികളൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയ ഖാദിമീങ്ങളൊക്കെ വിളിച്ച് അവര് ഒപ്പം ഇരുത്തിയിട്ടേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അതാണ് അതിന്റെ ശൈലി, അങ്ങനെയാണ് വേണ്ടത്. അതെന്താ കാരണം? അതിന്റെ കാരണം പറയുന്നിടത്ത് തന്നെ ഉണ്ട്, കിബറില്ലാതെയാവാനും തവാദു ജീവിതത്തിൽ വരാനും അത് കാരണമാവും. അതാണല്ലോ ഒരു മുഅ്മിനായ മനുഷ്യന് വേണ്ടത്, നല്ല തവാദു വേണം, അത് വരാൻ കാരണമാണ്. അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കണം. മറ്റൊന്ന്, ഭക്ഷണം കഴിക്കുന്നതുമായുള്ള മര്യാദ. ഹുദൈഫത്ത് ബിൻ യമാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാം, വലാ തശ്റബു ഫീ ആനിയത്തി ദഹബി വൽ ഫിദ്ദത്തി, സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രങ്ങളിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല. വലാ തഅകുലു ഫീ സിഹാഫിഹാ, അതിന്റെ പാത്രത്തിൽ ഇപ്പോൾ വെള്ളം കുടിക്കാനും പാടില്ല, ഭക്ഷണം കഴിക്കാനും പാടില്ല. ഫഇന്നഹാ ലഹും ഫിദ് ദുനിയ വലനാ ഫിൽ ആഖിറ, അത് ദുനിയാവിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് മറ്റു ചില സമുദായങ്ങളാണ്, നമുക്ക് ആഖിറത്തിൽ അല്ലാഹു സ്വർഗ്ഗത്തിലാണ് അത് തയ്യാറ് ചെയ്തിട്ടുള്ളതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ ഇതേ ആശയം കാണാം. മൻ ശരിബ ഫീ ഇനാഇൻ മിൻ ദഹബിൻ ഔ ഫിദ്ദ, സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ പാത്രത്തിൽ ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ ഫഇന്നമാ യുജർജിറു ഫീ ബത്നിഹി നാറൻ മിൻ ജഹന്നം, നരകത്തിൽ നിന്നുള്ള തീനെയാണ് അയാളുടെ വയറിലേക്ക് നിറക്കുന്നതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത് സ്ത്രീക്കും പറ്റൂല, പുരുഷനും പറ്റൂല. സ്ത്രീക്ക് ആഭരണങ്ങളൊക്കെ സ്വർണത്തിന്റെ അണിയാം, പുരുഷന് പറ്റില്ലെങ്കിലും. പക്ഷേ ഭക്ഷണം കഴിക്കുന്നിടത്ത് അത് പറ്റൂല. എന്താ കാരണം? അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യൻ തവാദുഇലായിരിക്കണം എന്നതാണ്. ഒരു വിനയം വേണം. അത് ഒരു തകബ്ബുറിന്റെ വലിയ വലിയ ആളുകൾ ചെയ്യുന്ന, കിബർ നടിക്കുന്ന ആളുകൾ ചെയ്യുന്ന ഒരു സംസ്കാരമാണ്. ആ വിധത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്യുക, തയ്യാറാക്കി അത്തരം വലിയ തളികകളിലൊക്കെ ഭക്ഷണം കഴിക്കുക എന്നത്. അത് മാത്രമല്ല, പാവപ്പെട്ട ആളുകൾക്ക് മനസ്സിന് വിഷമമുണ്ടാവും അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ. അവർ കണ്ടില്ലേ, അവരൊക്കെ വലിയ വലിയ ആളുകളായി, അവരൊക്കെ കഴിക്കുന്നവർ എന്നൊരു മാനസികമായ ഒരു പ്രയാസം അവർക്കുണ്ടാകും.
എന്നതും കൂടെയല്ല കുലു വഷ്റബു വലാ തുസ്രിഫു എന്നാണ് ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ തിന്നോളൂ, കുടിച്ചോളൂ, പക്ഷേ അമിത വ്യയം കാണിക്കരുത് എന്ന്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നിടത്തും കഴിക്കുന്ന പാത്രത്തിലും അതുമായി ബന്ധപ്പെട്ട ഒന്നിലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നതാണ്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അത്തരം പാത്രങ്ങൾ ഉപയോഗിക്കൽ ഹറാമാണ്. എല്ലാം പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പറഞ്ഞു കേട്ടത് അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു തആല ഇതിൻ്റെയൊക്കെ മിഥില് സവാബ് നമ്മിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ അവരുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. റഹ്മുർ-റഹീമായ റബ്ബേ, ഇവരുടെയൊക്കെ ഖബർ നീ സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുസ്സ് ആഫിയത്തോടെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾക്കൊക്കെ മരണം ഹൈറാവുന്ന സന്ദർഭത്തിൽ കാമിലായ ഈമാനോടെ ആഖിബത്ത് നന്നായുള്ള മരണം സാധ്യമാക്കണേ അല്ലാഹ്. അപകടങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, ദുർമരണങ്ങളിൽ നിന്ന് കാവലേകണേ അല്ലാഹ്. പടച്ചോനെ, ഇന്നത്തെ ദിവസം ഇവിടെ സുബഹ് ജമാഅത്തിനെത്തി ക്ലാസ്സും കഴിഞ്ഞു പോകുന്ന മുഅ്മിനീങ്ങൾക്കൊക്കെ വലിയ ഖൈർ നൽകണേ അല്ലാഹ്. നല്ല ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും നീക്കി നല്ല റാഹത്തും സന്തോഷവുമുള്ള ഖൽബ് നൽകണേ അല്ലാഹ്. ചെയ്യുന്ന ജോലിയിലൊക്കെ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഖദർ ഖദായിൽ വല്ല വിപത്തും വിധിച്ചുവെങ്കിൽ എല്ലാം ഈ ദുആ സ്വീകരിച്ച് തട്ടിക്കളയണേ അല്ലാഹ്. പടച്ചോനെ, ഇന്നൊരുപാട് ഹൈറായ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാവാനും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനുമുള്ള ഈമാനികമായ ഖുവ്വത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി സയ്യിദിനാ മുഹമ്മദ്. سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته.